സുൽത്താന സുബൈർ. ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ സ്വദേശിയാണ്. ഞാൻ ഇത് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തിരുനന അല്ലെങ്കിൽ വിക്ക് ഇറിഗേഷനെ കുറിച്ചാണ്. നമുക്കാദ്യം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. ചെടികൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണല്ലോ ജലം. എന്നാൽ ജലത്തിന് ക്ഷാമമുള്ള സ്ഥലത്ത് ജീവിക്കുന്നവർക്ക് ചെടികൾക്ക് ആവശ്യത്തിന് ജലം കൊടുക്കാൻ സാധിക്കുന്നില്ല. അതിനാൽ ചെടികൾക്ക് ആവശ്യാനുസരണം വെള്ളം വലിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഇത്. ചെടികൾക്കുള്ള ജലസേചന മാർഗത്തിന് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെയുള്ള അവസ്ഥയിലും ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ടെറസിലാണ് പച്ചക്കറി കൃഷി ചെയ്യുന്നുവെങ്കിൽ വെള്ളമുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ ബുദ്ധിമുട്ടാണ്. അങ്ങനത്തെ അവസ്ഥയിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു മാർഗമാണ് തിരുനന. തിരുനന ചെയ്യുന്നത് കൊണ്ട് ചെടികൾക്ക് ആവശ്യമുള്ള ജലം ചെടിയുടെ ചോട്ടിൽ തിരികളാൽ എത്തിക്കുന്ന ഒരു ജലസേചന മാർഗമാണ്. തിരുനന ചെയ്യാൻ ഏറ്റവും ആവശ്യമായ ഒന്നാണ് തിരികൾ. വിളക്ക് കത്തിക്കാൻ ഉപയോഗിക്കുന്ന തിരികൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് വെള്ളം വലിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന തിരികളും ഉണ്ടാക്കേണ്ടത്. നല്ലതുപോലെ വെള്ളം വലിച്ചെടുക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ചാണ് തിരികൾ ഉണ്ടാക്കേണ്ടത്. ആദ്യമൊക്കെ ഗ്ലാസ് പൂൾ, അതായത് ഉപയോഗശൂന്യമായ ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്നും ലഭിക്കുന്ന സാധനമാണ് ഗ്ലാസ് പൂൾ. അത് ഉപയോഗിച്ചായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നീട് അത് ഉപയോഗിക്കുന്നവർക്ക് അലർജിയും ചൊറിച്ചിലും കണ്ടതുകൊണ്ട് അത് ഒഴിവാക്കി ചകിരിച്ചോറ് നിറച്ച തിരികളോ അല്ലെങ്കിൽ കോട്ടൺ തുണി ഉപയോഗിച്ചുള്ള തിരികളാണ് ഉപയോഗിച്ചുകൊണ്ട് വരുന്നത്. പിന്നെ തിരുനന ചെയ്യുന്നത് നിലത്ത് വയ്ക്കാവുന്ന ചെടികളിലല്ല, ചെടിച്ചട്ടിൽ നടുന്നതോ ഗ്രോ ബാഗിൽ നടുന്നതോ ആയ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കുമാണ്. ആദ്യം നമുക്ക് തിരുനന ചെയ്യാൻ ആവശ്യമായ തിരികൾ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ചകിരിച്ചോറ് നിറച്ച തിരികളാണ് ഉണ്ടാക്കി കാണിക്കുന്നത്. ചകിരിച്ചോറ് ബ്ലോക്ക് അടർത്തിയെടുത്ത പൊടിയാണിത്. സ്ട്രോ പോലെ ഉണ്ടാക്കിയ നെറ്റിന്റെ ഉള്ളിലേക്ക് ചകിരിച്ചോറ് കുത്തി നിറയ്ക്കുന്നു. പിന്നീട് രണ്ടറ്റവും തുന്നി വെക്കുന്നു. അതിനുശേഷം ഈ തിരി വെള്ളത്തിൽ ഇടണം. വെള്ളത്തിൽ ഇടുമ്പോൾ ചകിരിച്ചോറ് ആവശ്യത്തിന് വെള്ളം വലിച്ചെടുത്ത് ഉറപ്പുള്ള തിരിയായി മാറുന്നു. കോട്ടൺ തുണി ഉപയോഗിച്ചും തിരി ഉണ്ടാക്കാവുന്നതാണ്. പഴയ മുണ്ടോ ബനിയനോ ഉപയോഗിച്ചും ഉണ്ടാക്കാൻ പറ്റും. എണ്ണത്തിരി ഉണ്ടാക്കുന്നത് പോലെ തുണി ചുരുട്ടിയെടുക്കണം. തുണി അഴിഞ്ഞു പോകാതിരിക്കാൻ നൂലുപയോഗിച്ച് മൊത്തം ചുറ്റി തിരികളായി മാറ്റാവുന്നതാണ്. തിരുനന നമുക്ക് PVC പൈപ്പിലും ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് കുപ്പിയിലും ചെയ്യാവുന്നതാണ്. പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിച്ച് എങ്ങനെ തിരുനന ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. 2 ലിറ്ററിന്റെ ഒരു കുപ്പിയെടുത്ത് അതിന്റെ അറ്റത്ത് തിരി കയറ്റാൻ പാകത്തിന് വൃത്താകൃതിയിൽ ഒരു വട്ടം ഉണ്ടാക്കി അടപ്പിനോട് ചേർന്നും ഒരു വട്ടം കൂടി ഉണ്ടാക്കുക. 2 ഇഷ്ടിക കട്ടകൾക്കു നടുവിൽ കൃത്യം മധ്യത്തിൽ നടുഭാഗം കുഴിയിൽ വരത്തക്കത്ത വിധത്തിൽ കുപ്പി വച്ച് ശേഷം ഗ്രോബാഗിന്റെ അടിയിൽ തിരി കയറ്റാൻ പാകത്തിന് സുഷിരം ഉണ്ടാക്കുക. ചെറിയൊരു കുപ്പിയെടുത്ത് നടുവിൽ മുറിക്കുക. ആ കുപ്പിയുടെ അടപ്പിന്റെ ഭാഗം വലിയ കുപ്പിയുടെ അടപ്പിന്റെ സുഷിരത്തിനോട് ചേർത്ത് ഇറക്കി വയ്ക്കുക. മുറിച്ചെടുത്ത ചെറിയ കുപ്പിയുടെ മേൽഭാഗം ഒന്നുകൂടി മുറിച്ച് ചെറുതാക്കണം. കുപ്പിയുടെ സുഷിരത്തിൽ തിരി ഇറക്കിയതിനു ശേഷം ഗ്രോബാഗിന്റെ സുഷിരം വഴിയും ആ തിരി കയറ്റേണ്ടതാണ്. ഗ്രോബാഗിന്റെയും കുപ്പിയുടെയും സുഷിരം നേരെ വരണം. തിരി ഇറക്കുമ്പോൾ ആവശ്യത്തിന് തിരി കുപ്പിക്കുള്ളിൽ ഇറങ്ങിയിരിക്കണം. ബാക്കി ഭാഗം ഗ്രോബാഗിന്റെ മധ്യത്തിന് മുകളിൽ വരെ തിരി ഉണ്ടായിരിക്കുകയും വേണം. ഗ്രോബാഗിന്റെ ഉള്ളിലേക്ക് വളക്കൂറുള്ള മണ്ണിട്ടു കൊടുക്കുക. തിരിയുടെ അടുത്തായി തൈ നട്ടുകൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുക. ക്യാപ്പിലറി ആക്ഷൻ വഴിയാണ് തിരിയിൽ കൂടി വെള്ളം ചെടികൾക്ക് വേരിന് കിട്ടുന്നു. പക്ഷെ ആദ്യത്തെ 2 ദിവസം ചെടികൾക്ക് ക്യാപ്പിലറി ആക്ഷൻ വഴി വെള്ളം വലിച്ചെടുക്കാൻ സമയം എടുക്കുന്നു. അതുകൊണ്ട് 2 ദിവസം മാധ്യമത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. 3-ാം ദിവസം തൊട്ട് ചെടികൾ തന്നെ തിരി ഉപയോഗിച്ച പ്രവർത്തനം തുടങ്ങുന്നതാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന കുപ്പിയുടെ മുകൾ ഭാഗം അടച്ചു വെക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ കൊതുകൾ മുട്ടയിടാൻ സാധ്യതയുണ്ട്. പിന്നെ തിരുനന ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചു വരുന്നത് ടെറസിലെ പച്ചക്കറി കൃഷിയിലാണ്. PVC പൈപ്പ് ഉപയോഗിച്ചാണ് ടെറസിൽ കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്
നമ്മൾ വീട് മാറി പോവുകയാണെങ്കിൽ ഈ യൂണിറ്റ് മൊത്തത്തോടു കൂടി വേറെ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഇതിന്റെ ഒരു മോഡൽ ചെയ്ത് കാണിച്ചു തരാം. 2 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വ്യാസമുള്ള PVC പൈപ്പ് നമുക്ക് ഉപയോഗിക്കാം. ഞാൻ എടുക്കുന്നത് 2 ഇഞ്ച് വ്യാസമുള്ള PVC പൈപ്പ്. നിശ്ചിത അകലത്തിൽ സുഷിരം ഉണ്ടാക്കി സുഷിരത്തിന്റെ അടുത്ത് ചകിരിത്തൊലി വച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഒരറ്റം തുറന്നതും മറ്റേത് അടഞ്ഞതുമായിരിക്കണം. പിന്നീട് പൈപ്പിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഗ്രോ ബാഗിൽ തിരിയുടെ വലിപ്പത്തിൽ സുഷിരം ഉണ്ടാക്കണം. നേരത്തെ കുപ്പിയിലോട്ട് തിരി ഇറക്കിയതുപോലെ തന്നെ തിരി ഗ്രോ ബാഗിലും പൈപ്പിലും ഇറക്കി മണ്ണ് ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക. പിന്നീട് തൈ നട്ടുകൊടുക്കാം. ഇതുകൂടാതെ ചെറിയ 1 ലിറ്റർ കുപ്പി ഉപയോഗിച്ചും വീടിനുള്ളിൽ ചെറിയൊരു പൂന്തോട്ടം ഉണ്ടാക്കാവുന്നതാണ്. അതിനായി 1 ലിറ്ററിന്റെ കുപ്പി എടുത്ത് നടുകെ മുറിക്കുക. അടപ്പിൽ ചെറിയൊരു സുഷിരം ഉണ്ടാക്കുക. കോട്ടൺ തുണി ചുരുട്ടി തിരി ഉണ്ടാക്കി അടപ്പിൽ കൂടി തിരി കയറ്റിയതിനു ശേഷം മുകൾ ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കുക. താഴെ വെള്ളമൊഴിക്കുക. മുകൾ ഭാഗം താഴേക്ക് ഇറക്കി വെക്കുക. പിന്നീട് ചെടി നട്ടുകൊടുക്കാവുന്നതാണ്. ഈ തിരിയിൽ കൂടി വെള്ളം വലിച്ചെടുത്ത് ചെടികൾക്ക് ലഭ്യമാകുന്നു. തിരുനന ഉപയോഗിച്ച് എങ്ങനെ കൃഷി ചെയ്യാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു.